നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 295th day. Today 66th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 295 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകം. ഓം തത്സത്. കിയത് കാലേന തൗജാതോ തരുണോതനയാ ഉഭോ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ദുകാരി മഹാഖല. കിയത് കാലേന തൗജാതോ തരുണോതനയാ ഉഭോ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ദുകാരി മഹാഖല. ഓം തത്സത്. കാരണത്തിൽ നിന്ന് ഉണ്ടായ കാര്യത്തിൽ ഉള്ള വിചിത്രതയെ വർണ്ണിക്കുകയാണ്. കുറേ കാലം കൊണ്ട് ആ 2 പുത്രന്മാരും വളർന്ന് യൗവനയുക്തന്മാരായി ഭവിച്ചു. ഗോകർണൻ വിവേകബുദ്ധിയുള്ളവനും ജ്ഞാനിയുമായി തീർന്നു. ദുന്ദുകാരി മഹാദുഷ്ടനുമായി ഭവിച്ചു. അതിനുള്ള കാരണം ദൈവാനുഗ്രഹത്താൽ ഉണ്ടായതാണ്. ആ ജ്ഞാനിയായിട്ടുള്ള സന്യാസി നൽകിയ ഫലം ഭക്ഷിച്ചിട്ടാണ് ഈ ഗോകർണൻ ഉണ്ടായത്. ധേനുവിലാണെങ്കിലും ഗോകർണൻ ഉണ്ടായത് ഈ ജ്ഞാനിയായ സന്യാസിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടാണ്. അതേസമയം ദുന്ദുലിയുടെ അനുജത്തി അവളും ദുഷ്ടയാണ് എന്ന് നമുക്ക് അവളുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാം. അവളുടെ ഭർത്താവും പണത്തിന് വേണ്ടി സന്താനത്തെ നൽകിയതാണ്. അങ്ങനെയുള്ള അവരുടെ പുത്രൻ ആണ് ഈ ദുന്ദുകാരി. ആ ദുന്ദുകാരി കാലക്രമേണ വളരെ ദുഷ്ടനായി ഭവിച്ചു. എന്നാൽ ഗോകർണൻ വളരെ ജ്ഞാനിയും പണ്ഡിതനും ശ്രേഷ്ഠനുമായി തീർന്നു. രണ്ടുപേരും കാലം കൊണ്ട് യൗവനയുക്തരായപ്പോൾ രണ്ടുപേർക്കും ഉണ്ടായ സ്വഭാവ വൈചിത്ര്യത്തെ അതിന് ഒരു കാരണമുണ്ട്. കാരണം കൊണ്ടാണ് ആ കാര്യമുണ്ടായത് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ്. കാലം കൊണ്ടുള്ള വൈചിത്ര്യ നിമിത്തം യൗവനയുക്തന്മാരായ അവർക്ക് ഉണ്ടായ സ്വഭാവ വൈചിത്ര്യം. ഒരുത്തർ പണ്ഡിതനും ജ്ഞാനിയുമായി തീർന്നു ഗോകർണൻ. മറ്റേയാൾ വളരെ മഹാദുഷ്ടനായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. കിയത് കാലേന തൗജാതോ തരുണോതനയാവുഭോ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ദുകാരി മഹാഖല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.